അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ ചർച്ചയാവുകയാണ്. ഒരുപാട് ജീവനുകൾ എടുത്ത ആപ്പുകൾ ജീവന് തന്നെ പൊല്ലാപ്പാണ്. സാമ്പത്തിക ശുചിയാവസ്ഥയെ ചൂഷണം ചെയ്ത് മരണക്കെണി ഒരുക്കുന്ന കൂണുപോലെ പൊന്തുന്ന ഇത്തരം ആപ്പുകളിൽ തലവെച്ച് ആപ്പിലാകരുതേ. ഈ ദുരന്ത ആപ്പുകളെ നിയന്ത്രിക്കാൻ പോലീസിനെ കൊണ്ട് കഴിയുമോ? കേന്ദ്ര ഏജൻസികൾക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനാകും? വലിയ ബോധവൽക്കരണവും അനിവാര്യമായി മാറുകയാണ്. അരുത്, അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. കെണിയാണ്, പണിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും താഴെ കൊടുക്കുന്ന നമ്പറിൽ തത്സമയം പ്രതികരിക്കാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതിഥികളായി വിനോദ് ഭട്ടതിരിപ്പാട് സൈബർ വിദഗ്ധനും ഒപ്പം സുഭാഷ് ബാബു റിട്ടയർഡ് എസ്.പിയും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന നിതിൻ്റെ മരണത്തോടനുബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്നതാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കെണികൾ. അത് എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്, ആളുകളെ പെരുവഴിയിലാക്കുന്നുണ്ട്, ജീവൻ എടുക്കുന്നുണ്ട് എന്നുള്ളത്. കണക്കുകൾ കഴിഞ്ഞ ഒരു വർഷത്തെ വരുമ്പോൾ എത്രത്തോളം പണം ഈ നാട്ടിൽ നിന്ന് കവർന്നു ഇത്തരം ആപ്പുകൾ എന്നതും കണക്ക് പരിശോധിക്കുമ്പോൾ കോടികളാണ് മുക്കിക്കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ആഴത്തിൽ സ്പർശിക്കപ്പെടേണ്ടതാണ്, ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. കാരണം ഈ ലോൺ ആപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും അത് ബാങ്കിങ് സമ്പ്രദായത്തിലോ നോൺ ബാങ്കിങ് സമ്പ്രദായത്തിലോ ഒന്നും രജിസ്ട്രേഷനുള്ള സിസ്റ്റമല്ല. അവരുടെ റെഗുലേറ്ററി അതോറിറ്റി ഒന്നും ഇതിനകത്ത് മോണിറ്റർ ചെയ്യുന്നില്ല. ഇതൊക്കെ ശരിക്കും സ്വകാര്യമായിട്ട് ചെയ്യുന്ന സംസ്ഥാനത്തുള്ളത്, അപ്പോൾ സംസ്ഥാനത്തിന് പുറത്തുള്ളത് അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളാണ് ഇത് ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിലെന്താണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസയ്ക്ക് ആവശ്യമുള്ള ആളുകൾ ആരാണെന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും രീതിയിൽ ഫോൺ മുഖാന്തരമോ മറ്റു അവരുടെ ഏജൻസി മുഖാന്തരമോ ആളെ കണ്ടുപിടിച്ചതിന് ശേഷം ആ ആളോട് പറയുന്നത് എന്താ പറയുക, നിങ്ങൾക്ക് പണം തരാം. പണം തരുന്നത് നിങ്ങൾക്ക് KYC, അതായത് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, സെക്യൂരിറ്റി വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് വെച്ചാൽ തരും. അപ്പോൾ അതിനവർ ലിമിറ്റ് പറയും. ചിലപ്പം ഞങ്ങൾ 50,000 തരാം അല്ലെങ്കിൽ 1,00,000 തരാം എന്നൊക്കെ ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ പൈസ കിട്ടും. ഇതിന് പ്രോസസ് ഫീ ഇല്ല, ബാക്കിയുള്ളതിന് ഒന്നുമില്ല. നിങ്ങൾക്ക് പണം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അടച്ചാൽ മതി. നിങ്ങൾക്ക് മാസം അടയ്ക്കാം, അതല്ലെങ്കിൽ 3 മാസം അങ്ങനെ അടയ്ക്കാമെന്നൊക്കെ ആദ്യം വാഗ്ദാനം കൊടുക്കും. ഇതൊന്നും എഴുതി ആർക്ക് കൊടുക്കണ്ടല്ലോ, ഇതൊന്നും അൺഓതറൈസ്ഡ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെന്താ പറയുക, പണത്തിന് ആവശ്യം ഉണ്ടാവും, ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർഭാടത്തിന് വേണ്ടിയിട്ട് പണം വാങ്ങിക്കും. ആവശ്യങ്ങൾക്ക് ഒരുപാട് ആളുകൾ ആവശ്യങ്ങൾക്ക് പോയി പണം വാങ്ങും. പണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പണം വാങ്ങിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും അദ്ദേഹത്തിൻ്റെ ആ ഫോൺ നമ്പറിലുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസിനകത്തേക്ക് മുഴുവൻ ഇവർ ആക്സസ് ചോദിച്ചാൽ ആ സമയത്ത് എന്തും കൊടുക്കും. അതനുസരിച്ചിട്ട് അവർ മുഴുവൻ അതിൻ്റെ അവിടുത്തെ കോൾ ഡീറ്റെയിൽസ്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കും. പിന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ്, ഇതിലെല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളും ഇവർക്ക് കൈമാറാൻ അവർ പറയും. അത് അന്നേരം ആ സമയത്ത് ആവശ്യങ്ങൾ കൊണ്ടും പിന്നെ ഇതിൻ്റെ അപകടം എന്താണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ എടുക്കുന്ന ആളുകൾ അത് പെട്ടെന്ന് കൊടുക്കും. പണം കിട്ടണം, അതാണ് ആവശ്യം. അങ്ങനെ പണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അറിയാമോ, അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ആ പണം കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ് ഫീസില്ല, മറ്റേതില്ല, മറിച്ചല്ല, ഹിഡൻ ആയിട്ട് വേറൊരു എമൗണ്ടുകളില്ല എന്നൊക്കെ പറയും. അതൊക്കെ ഇവർ വിശ്വസിച്ചിട്ട് പെട്ടെന്ന് പോയി എടുത്തു കഴിഞ്ഞതിന് ശേഷം പണം ദുർവ്യയം ചെയ്യും. അത് തീർത്ത് കഴിഞ്ഞാൽ ഇവരൊരു ആഴ്ച അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ തന്നെ മടക്കിടയ്ക്കാൻ പറയും. മാസങ്ങളൊന്നും കൊടുക്കാറില്ല, മടക്കിടയ്ക്കാൻ പറയും. എടുക്കാതിരിക്കുന്ന അവസരത്തിൽ ഭീഷണിയുടെ സ്വരം ഉണ്ടാവും. അവരുടെ ഏജൻസിനെ അയക്കും, ഏജൻസി മുഖാന്തരം ഭീഷണി കൊടുത്തും ഈ നമ്പർ അദ്ദേഹത്തിൻ്റെ നമ്പർ മാത്രം കൊടുക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ പോലും ഈ ലോൺ എടുക്കുന്ന ആളിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരുടെ നമ്പർ അവരുടെ കൈവശം ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളും അവരുടെ ഇൻസ്റ്റാഗ്രാം എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ അതിനകത്ത് ഏതൊക്കെ ആളുകളെയാണ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിയിൽ നിന്ന് പണം തിരിച്ചു വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഈ വ്യക്തിയെ ടീസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള രീതിയിൽ അവർ ആ ആളുകളെ വിളിച്ചിട്ട് ഈ വ്യക്തിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കാണുന്നതാണെങ്കിൽ ബാക്കിയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുക, നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുക. ആ ശല്യപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഇയാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയും, അത് വ്യക്തിപരമായിട്ട് പറയും. പിന്നെ അതുപോലെ കോണ്ടാക്ട് ലിസ്റ്റ് നമ്മുടെ ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണുകളായാലും ഫോണുകളുടെ ഈ കോണ്ടാക്ട് ലിസ്റ്റ് അടക്കം അത് തരപ്പെടുത്തുകയാണ്, കൈവശപ്പെടുത്തുകയാണ്. പിന്നീട് പലരിലേക്കും ഈ പല ഫോട്ടോസ് പോവുകയാണ്. ഫോട്ടോസ് അത് പല ആപ്പുകൾ ഉപയോഗിച്ച് തന്നെ അത് രൂപമാറ്റം വരുത്തിയൊക്കെ തന്നെ പലർക്കും അയച്ചു കൊടുക്കുകയാണ്. അതൊക്കെ എത്രത്തോളം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്കറിയാം, സാമ്പത്തികാവസ്ഥ വളരെ മോശമായി നിൽക്കുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ച് ഒരു ലോണിന് ബാങ്കിലേക്കൊക്കെ പെട്ടെന്ന് പോവുക എന്ന് പറയാൻ സാധ്യമായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി ചൂഷണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അവിടെയൊക്കെ?
എടുക്കാൻ പാടില്ല. ഇതൊരു അൺഓതറൈസ്ഡ് സ്ഥാപനമാണിത്. അൺഓതറൈസ്ഡ് സ്ഥാപനമാണോ എന്നുള്ള ആ സ്ഥാപനം ഓതറൈസ്ഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഒരുപാട് RBIയുടെ തന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം TV മുഖാന്തരം കേൾക്കുന്നുണ്ട്, റേഡിയോയിൽ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ RBIയുടെ സൈറ്റിൽ ഇതുണ്ട്. ഇതൊന്നും എടുത്ത് നോക്കില്ലല്ലോ, പണമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ, വേറെ ഒന്നും നോക്കാറില്ല. അപ്പോൾ അത് ചോദിക്കുന്ന അവസരത്തിൽ ഫോട്ടോ ചോദിക്കും, വീഡിയോ ചോദിക്കും, പല കാര്യങ്ങളും ചോദിക്കും. അതല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വീഡിയോ കോളിൽ സംസാരിക്കാൻ പറയും. ആ ഫോണിൽ ഏതെങ്കിലും പിന്നെ ആ ഫോൺ ഉണ്ടാവില്ല, പക്ഷേ എന്നാൽ തന്നെ അവരതെല്ലാം കോപ്പി ചെയ്യും. കോപ്പി ചെയ്തതിന് ശേഷം ഇത് ഇവരുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെയൊക്കെ വിളിച്ച് ഈ ഫോട്ടോസ് അയച്ചു കൊടുക്കും. അത് മോർഫ് ചെയ്യും. മോർഫ് ചെയ്തിട്ട് കഴിഞ്ഞ് അതിന് വൾഗാരിറ്റി ഉള്ള രീതിയിലോ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ഉള്ള ഇതൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവൻ്റേതാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ സ്ത്രീയുടേതാണെന്നുള്ള രീതി പ്രചരിപ്പിക്കും. അതോടുകൂടി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, അവരുടെ നിരാശയുണ്ടാകും. നിരാശയുടെ അനുസരിച്ച് ഇവർ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പണം കൊടുക്കാത്തതുകൊണ്ട് സർവത്രമായി ഇതേമാതിരി അധിക്ഷേപവും നിരന്തരമായ പീഡനവും വരുന്ന അവസരത്തിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചോളം ആത്മഹത്യ ചെയ്യാനല്ലേ പോകും. ഈ സമയത്ത് സുഭാഷ് ബാബു, ഒരു വിവരം ഞാൻ അങ്ങേ കഴിഞ്ഞ വർഷം, അതായത് ഓൺലൈൻ തട്ടിപ്പുകളുടെ കഴിഞ്ഞ വർഷം മലയാളികളെ മാത്രമാണ് കൊള്ളയടിച്ചത് 775 കോടി രൂപയാണ്. ആലോചിക്കണം. അതായത് അവിടെ ഈ 30% പ്രോസസ്സിംഗ് ഫീസ്, 36% പലിശ. പ്രോസസ്സ് ആവുന്ന സമയത്ത് തന്നെ അതായത് പ്രോസസ്സിംഗ് കാര്യങ്ങൾ, അതിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് 30% ഈടാക്കുന്നു, 36% പലിശ. അപ്പോൾ ചെറു തുകയ്ക്ക് പോലും ഇപ്പോൾ ഇവിടെ നിതിൻ്റെ കാര്യമാണെങ്കിൽ 14,000 രൂപ എടുത്തു, അതിലെത്രത്തോളം പലിശ അടയ്ക്കണം, അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉടനെ തന്നെ പണം അതിൻ്റെ അപ്പോൾ ഇരട്ടിയോളമൊക്കെ കൊടുത്തിട്ട് ആളുകൾ ഇതിന് കെണിയിൽ അകപ്പെടുകയാണ്. ആ സ്ഥിതി ഒന്ന് നോക്കൂ, ഈ കവർന്ന പണത്തിൻ്റെ തുക നോക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ഇതൊരു തട്ടിപ്പല്ലേ. അത് എടുക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറിയാം ഇത് തട്ടിപ്പാണെന്നറിയാം. കാരണം ഇതിനകത്ത് യാതൊരു അതോറിറ്റി ഇല്ല, ആർക്കും ഇതിനെ മോണിറ്ററിങ് ചെയ്യാനൊരു ഏജൻസി ഇല്ല. അതനുസരിച്ച് ഇവർ പണം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയും ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, നിങ്ങൾ നമ്മൾ മുഴുവൻ പൈസ തരാം, ഉടനെ നല്ല പൈസ തരാം. കൊടുക്കില്ല. ഇപ്പോൾ 15,000 20,000 ഒക്കെയാണെങ്കിൽ ആദ്യം ചിലപ്പോൾ കൊടുത്തെന്ന് വരും. 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നിച്ച് കൊടുക്കില്ല. ആദ്യം ഒരു 15 കൊടുക്കും, അല്ലെങ്കിൽ 25 കൊടുക്കും. കൊടുത്തതിന് ശേഷം അതിനകത്ത് നിന്ന് പ്രോസസ് ചാർജ് മറ്റേത് മറിച്ചതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് ചാർജുകളൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പലിശ അതനുസരിച്ച് ഇപ്പം 36% എന്നൊക്കെ പറഞ്ഞാൽ കുറവാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ആഴ്ചയിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് പലിശ അടയ്ക്കണം. പലിശ അടച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മുതൽ അവിടെ തന്നെ ഉണ്ടാവും. അത് മാസങ്ങളോളം അടച്ചു കഴിഞ്ഞാലും ഈ മുതൽ ബാക്കി ഉണ്ടാവും. പലിശ എന്ത് ചെയ്താലും പ്രോസസ് ചാർജിലും മറ്റേതിനകത്തിലും ഉള്ള ഹിഡൻ ചാർജായിട്ട് ഇവർ മാറ്റും. ലോൺ എമൗണ്ട് പ്രീപേ ചെയ്തതായിട്ടുള്ളൊരു രേഖ കാണിക്കില്ല. കാണാതിരിക്കുന്ന അവസരത്തിൽ തുടരണം. വിനോദ് ഭട്ടതിരിപ്പാടിലേക്ക് എത്താൻ സൈബർ വിദഗ്ധൻ, അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ, സുരേഷ് അങ്കമാലി എന്നൊരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ശ്രീ വിനോദ് ഭട്ടതിരിപ്പാടിലേക്ക് എത്താം. സുരേഷ് പറഞ്ഞോളൂ, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ഹലോ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ വിഷയങ്ങൾ, അതായത് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ, വളരെ ദരിദ്രരായ വീട്ടിൽ നിന്ന് വന്ന കുട്ടികൾ കണ്ടമാനമുണ്ട്. കാശുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർക്കൊന്നും പഠിക്കാൻ സാധിക്കുന്നില്ല. സാധാരണക്കാരുടെ മക്കൾക്ക് കൂടെ പഠിക്കാൻ സാധിക്കുന്നില്ല. ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നൊരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഉടനീളം. ഇപ്പൊ സിദ്ധാർത്ഥന്റെ മരണം, അങ്ങനെ പല കാര്യങ്ങളും. അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സ്റ്റോപ്പ് ശരിക്കും വേണം നമ്മുടെ കേരളത്തിൽ. തീർച്ചയായും. സുനിൽ കുമാർ എറണാകുളത്ത് ഒരു പ്രേക്ഷകൻ കൂടി ചെയ്തിട്ടുണ്ട്. സുനിൽ, പെട്ടെന്ന് പറഞ്ഞോളൂ. സാറേ, അതെ, ഞാനും ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മണി വ്യൂ എന്ന് പറഞ്ഞ ആപ്പായിരുന്നു എടുത്തേക്കണത്. അപ്പൊ അത് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല. അതിനെ കുറിച്ച് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതാണ്. മണി വ്യൂ അതെ സാറേ, അതൊരു ആപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് എന്തോരം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. ഞാനത് ചോദിക്കാം. ശ്രീ വിനോദ് ഭട്ടതിരിപ്പാടിനോട് തന്നെ ചോദിക്കാം. ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, ഇങ്ങനെ ഒരുപാട് പ്രേക്ഷകർക്ക് സംശയമാണ്. പലരും ഈ ലോൺ ആപ്പ് വഴി പല പേരിലാണ്, പല രീതിയിലാണ്, ആയിരക്കണക്കിനും 100 കണക്കിനും ഒക്കെ തന്നെ ഇങ്ങനെ ലിങ്കുകൾ വരികയാണ്. പലരും ഈ പണത്തിൻ്റെ ആവശ്യം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു പ്രേക്ഷകൻ പറഞ്ഞുവല്ലോ. കാരണം വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പലപ്പോഴും ആവശ്യം വരും. അപ്പോൾ അവർക്ക് മറ്റു രീതിയിലുള്ള രേഖകളൊന്നും കൊടുക്കേണ്ടതില്ല, പെട്ടെന്ന് അവർ ആക്സസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. ഇപ്പോൾ ഇതിൽ വരുന്ന അപകടം എന്താണ്? ഈ മലയാളികൾ എന്താണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്. ഇതിൽ മെയിൻ ദ്രോഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ലോൺ ആപ്പില് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുക.
ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് ഫോണിന്റെ ഒരുപാട് കൺട്രോൾ അവർ ഏൽപ്പിക്കും. അതായത് നിങ്ങളുടെ കോൺടാക്ട്സിന്റെ മുകളിൽ പെർമിഷൻ വേണം, നിങ്ങളുടെ ഫോൺ മെമ്മറിയുടെ മുകളിൽ, ഇപ്പൊ ഫോട്ടോസ് ആൻഡ് വീഡിയോസിന്റെ മുകളിൽ, ഇങ്ങനെയുള്ള കുറെ പെർമിഷൻസ് അവർ ചോദിക്കും. അപ്പൊ ലോൺ കിട്ടാനുള്ള വ്യഗ്രതയിൽ ഫോണിന്റെ ഒരുപാട് കാര്യങ്ങളായിട്ട് കൺട്രോൾ കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഫോണിലെ ഫോട്ടോസും വീഡിയോസും പ്രൈവറ്റ് വീഡിയോസും പ്രൈവറ്റ് ഡീറ്റെയിൽസും എല്ലാം കളക്ട് ചെയ്യും. ഇത് കളക്ട് ചെയ്ത് അതിൽ പലപ്പോഴും റിയലി പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. എന്താ ഇപ്പോ പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്യാത്ത ഫോട്ടോസ് ഉണ്ടാവാം, അങ്ങനെയുള്ള പല പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ഇതൊക്കെ എന്താ പോർണോഗ്രാഫിക് വീഡിയോസ് അതിന് കിട്ടാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾ ഈ ലോണൊക്കെ അടച്ചു കഴിഞ്ഞു, എല്ലാം ക്ലോസ് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ ഇതാ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുകളിൽ പ്രഷറൈസ് ചെയ്യാനുള്ള ഈ പ്രഷറിലാണ് പല ആത്മഹത്യകളും. ഇപ്പൊ ഈ പർട്ടിക്കുലർ കേസ് അങ്ങനെയാണോ നടന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഈ പർട്ടിക്കുലർ കേസിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയട്ടെ. പക്ഷെ ഒരുപാട് ആത്മഹത്യകള് ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറിന്റെ മുകളിലാണ്. ഇവരെങ്ങനെയാണ് പ്രഷറൈസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മൊബൈലിൽ നിന്നുള്ള വലിച്ചെടുത്ത ഡേറ്റ വെച്ചിട്ട് തന്നെയാണ് അത് പബ്ലിഷ് ചെയ്യും, നിങ്ങളുടെ പേരിൽ പബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രഷറൈസ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അവർക്ക് വലിച്ചെടുക്കാൻ പറ്റിയത്? ഈ ലോൺ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ പെർമിഷൻ കൊടുക്കും, ഈ പെർമിഷൻ കൊടുക്കും. മൊത്തത്തിൽ നിങ്ങളുടെ മൊബൈല് നിങ്ങളുടെ എന്താ പറയണ്ടേ സ്ക്രീൻ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലാക്കി കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് അവർക്ക് നേരിട്ട് നിങ്ങൾ അറിയാതെ എൻറ്റർ ചെയ്ത് എല്ലാം എടുത്തു കൊണ്ടുപോകും. നമുക്ക് സാധാരണ ഒരു മൊബൈൽ യൂസേഴ്സിന് മനസ്സിലാവുകയില്ല എന്തൊക്കെയാണ് എടുത്തു കൊണ്ടുപോയി എന്നുള്ളതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നടക്കുക. ഒന്ന് തുടരുക. 2 പ്രേക്ഷകർ കൂടിയുണ്ട്. രതീഷ് മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. രതീഷ് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ വേഗം. നമ്മളെ ഇതേമാതിരി ലോൺ എടുത്തിരുന്നു ഈ ലോൺ ആപ്പിൽ നിന്ന്. അപ്പൊ അവരിത് ആദ്യം 1000 രൂപയാണ് ലോൺ തന്നത്. പിന്നീട് 890 രൂപ അടയ്ക്കാൻ പറഞ്ഞു. അതടച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, വീണ്ടും അടയ്ക്കാൻ പറഞ്ഞു. പിന്നെ 2000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അടയ്ക്കൂല എന്ന് പറഞ്ഞപ്പോടുകൂടി ഇവര് നമ്മളെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. നമ്മളെ ഫോണിലുള്ള കോണ്ടാക്ട് ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറെ ഫോട്ടോകൾ ഷെയർ ചെയ്തു. ഞാൻ പിന്നെ ഈ യൂട്യൂബിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് കുറെ വീഡിയോകൾ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടതിന് ശേഷം അവര് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ തിരിച്ചും റിപ്പോർട്ടും ബ്ലോക്കും ആക്കി എല്ലാ നമ്പറുകളും വാട്സപ്പുകളും. ഏത് പേരിലുള്ള ആപ്പായിരുന്നു? പിന്നെ പേരെന്തായിരുന്നു? ഹലോ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആപ്പായിരുന്നു. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മളാ ലോണ് പൈസ വാങ്ങിയിട്ടില്ല. അതാണ് അതിന്റെ രസം. അത് നമ്മള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളെ വിശ്വാസ വിധേയമാക്കാൻ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് എടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തതെന്ന് അർത്ഥം. രതീഷ്, അപ്പോൾ ഈ ശാന്തിഭൂഷൺ കണ്ണൂരിൽ നിന്നും ഒരു ആൾ കൂടി, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഇത് ഈ ആൾക്കാരൊക്കെ ഇതിൽ പെട്ടുപോകുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ, മെയിൻ കാരണം വെച്ചാൽ ഞങ്ങളെ നാട്ടിലെ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കായാലും ശരി, SBI ബാങ്കായാലും ശരി, നാഷണലൈസ് ബാങ്കായാലും ശരി, ചെറിയ ലോണിന് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രൊസീജിയർ വളരെ കൂടുതലായതുകൊണ്ടും ലോൺ കിട്ടാൻ വൈകുന്നത് കൊണ്ടാണ് ഈ ആൾക്കാർ ഈ വഞ്ചനപരമായ മറ്റു ആപ്പുകളിൽ കയറി കൊടുക്കുന്നത്. ഇന്ന് എല്ലാ വീട്ടിലും ഓൺലൈനുണ്ട്. ശരി, അതാണ് താങ്കൾ പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമാണ്. ഡോക്ടർ ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, ഇപ്പോൾ നോക്കൂ, ഈ പ്രേക്ഷകരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്കിനെയോ അല്ലെങ്കിൽ സഹകരണ സംഘത്തെയോ ഒക്കെ തന്നെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അതിനൊരുപാട് നൂലാമാലകൾ കാത്തിരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നത് അവർ നോക്കും. അതൊരു സ്വഭാവമാണ്. അവരെ ഒരു പക്ഷേ പല അവസ്ഥയിലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിടെ ഈ RBI അടക്കം മോണിറ്റർ ചെയ്യപ്പെടുന്ന ഇത്തരം സംവിധാനങ്ങൾ അത് എത്രത്തോളം പ്രായോഗികമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? എന്താണ് ഈ പ്രേക്ഷകരോട്, ഈ സംശയങ്ങൾ പറയുന്ന ആളുകളോട് മറുപടി നൽകാനുള്ള നിർദ്ദേശങ്ങൾ? ഈ ലോൺ ആപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ പ്രൈവറ്റ് ബാങ്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഒക്കെ ആയിട്ട് ലോൺ ആപ്പുകൾ ഒരുപാട് ഇറക്കുന്നുണ്ട്. തട്ടിപ്പുകാരും ഒരുപാട് ഈ ഫീൽഡിൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമില്ല, അത്രയും അധികം ലോൺ ആപ്പുകളുടെ തട്ടിപ്പ്. അവര് പ്രഷറൈസ് ചെയ്തിട്ടാണ് നിങ്ങളെ കൊണ്ട് പണം അടപ്പിക്കുന്നത്. ശരിക്കും പ്രഷറൈസ് ചെയ്തിട്ടാണ്. ഈ പ്രഷറൈസ് ചെയ്യാനുള്ള ഒരു ഡാറ്റയും കൊടുക്കരുത്. നിങ്ങളുടെ ഫോണിലുള്ള ഒരു പെർമിഷനും കൊടുക്കരുത്. കോൺടാക്ട്സിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്. ഇപ്പൊ പറഞ്ഞ ഒരാള് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഫോണിലെ കോൺടാക്ട്സ് യൂസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് അയാളുടെ ഫോണിലെ കോൺടാക്ട്സിന്റെ മുകളില് ഈ ലോൺ ആപ്പുകൾക്ക് പെർമിഷൻ കിട്ടിയത്? അത് അയാൾ തന്നെ കൊടുത്തതാണ്. ഈ ചോദിക്കുമ്പോ കോൺടാക്ട്സിന്റെ മുകളിൽ പെർമിഷൻ വേണം എന്ന് പറയുമ്പോ അങ്ങനെ തന്നാലേ പണം കിട്ടുള്ളൂ എന്ന് വരുമ്പോ കോൺടാക്ട്സിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കും. നിങ്ങളുടെ ഫോണിലെ കോൺടാക്ട്സിന്റെ മുകളിൽ മറ്റുള്ളവർക്ക് എന്തിനാണ് പെർമിഷൻ കൊടുക്കേണ്ടത്? ലോൺ ആപ്പിന് അതിന്റെ യാതൊരു ആവശ്യമില്ല. അപ്പൊ പിന്നെ അത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് എനിക്കൊരു കുരുക്കായിട്ട് തീരും. കോൺടാക്ട്സിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്, മെസ്സേജസിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്. കാരണം മെസ്സേജ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് SMS വരണത്. അതായത് OTP, വൺ ടൈം പാസ്വേഡ് ഒക്കെ ഈ പല ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെയും. അപ്പൊ അതിന്റെ മുകളിൽ വേറൊരു ആപ്പിന് പെർമിഷൻ കൊടുത്താൽ ഈ വൺ ടൈം പാസ്വേഡ് ഓട്ടോമാറ്റിക്കലി എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പെർമിഷനാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ പണം മുഴുവൻ ഒരു അലമാരയ്ക്ക് അകത്ത് വെച്ച് പൂട്ടി താക്കോല് കള്ളന്റെ കയ്യിൽ തന്നെ കൊടുക്കുന്ന അവസ്ഥയാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ കോൺടാക്ട്സിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്, മെസ്സേജസിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്, ഫോട്ടോസ് ആൻഡ് വീഡിയോസിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്, മൈക്രോഫോണിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്, ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മുകളിൽ ഒന്നും ഒരു പെർമിഷനും കൊടുക്കരുത് ലോൺ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ. അത് ചോദിക്കുന്ന ലോൺ ആപ്പ് ആണെങ്കിൽ ആ ലോൺ ആപ്പ് ഫ്രോഡ് ആണ് എന്ന് മനസ്സിലാക്കണം. അതായത് അവിടെ നമുക്ക് ഈ ആപ്പ്, അതായത് നമ്മൾ എടുക്കുന്ന ആപ്പുകൾ അത് അംഗീകൃതമാണോ അല്ലെങ്കിൽ ഫ്രോഡാണോ എന്ന് അറിയാനായിട്ടുള്ള സംവിധാനം ഉണ്ടോ? RBI അങ്ങനെ ഒരു സംവിധാനം ഇതായിട്ട് ലോൺ ആപ്പായിട്ട് ബന്ധപ്പെട്ട RBIയുടെ ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അത് ബാങ്കിങ് എക്സ്പേർട്സിനോട് ചോദിച്ചാലാണ് അതിന്റെ കൃത്യമായിട്ട് ഉത്തരം കിട്ടുക. ഞാൻ തന്നെ ഒരുപാട് RBI റെഗുലേഷൻസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ പിന്നെ അവരുടെ ഓർഡേഴ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലതുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീ വിനോദ ഭട്ടതിരിപ്പാട് www.rbi.org.in എന്ന വെബ്സൈറ്റിൽ തന്നെ കയറാൻ കഴിയും. കയറിയതിനു ശേഷം അവിടെ ഈ ചെക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള പോലീസ് നൽകിയ ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് ഞാനിത് വായിച്ചത്. അതെ, ആയിരിക്കാം, അത് കറക്റ്റ് ആയിരിക്കാം. കാരണം RBIയുടെ ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. കേരള പോലീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഇതായിട്ട് ബന്ധപ്പെട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കാതെയാണ് ഓൺലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വളരെ ഈസി ആയിട്ട് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഈസി ആയിട്ട് അവർ ചോദിക്കുന്ന എല്ലാ പെർമിഷൻസും കൊടുത്ത് നമ്മുടെ ഫോണിന്റെ കംപ്ലീറ്റ് കൺട്രോള് അവരുടെ പേരിലേക്ക് ആക്കിയതിന് ശേഷം 1000, 2000, 10,000, 50,000 ലോൺ എടുത്ത് ആ 50,000 ലോൺ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കേസിൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഒരു 2 ലക്ഷം 3 ലക്ഷം ഒക്കെ തിരിച്ചടക്കേണ്ട അവസ്ഥയിലേക്ക് എന്നാൽ അത് അടച്ചാൽ അത് തീർന്നു കിട്ടും. അതില്ല, താനും വീണ്ടും അവരുടെ ഭാഗത്ത് പ്രഷറൈസ് ചെയ്ത് ഒരുപാട് ക്രിമിനൽ സംഘങ്ങളാണ് ഇത്തരം ലോൺ ആപ്പുകളുടെ പുറകിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ലോൺ ആപ്പുകൾ ഒരു കാലത്ത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ മോശമായതല്ലാതെ ആദ്യം തുടക്കം മുതലേ ലോൺ ആപ്പുകളുടെ തുടക്കം മുതലേ ഇത്തരം പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ ഒരുപാട് തവണ ലോൺ ആപ്പുകൾക്ക് എതിരായിട്ടുള്ള മാധ്യമ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് തവണ ലോൺ ആപ്പുകൾക്ക് എതിരായിട്ട് ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അത് ലോൺ ആപ്പ് യൂസ് ചെയ്യരുത് ഒരു 10-15 വർഷമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രം. തീർച്ചയായും പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കേൾക്കണം. പലതവണ ഈ മേഖലയിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ലോൺ ആപ്പ് കെണിയാണ്, പണിയാകുമെന്ന്. ചന്ദ്രൻ നായർ എന്ന പ്രേക്ഷകൻ ചേരുന്നു പേയാട് എന്നും. ചന്ദ്രൻ നായർ പറഞ്ഞോളൂ. ഇങ്ങനെയുള്ള ആപ്പുകൾ
തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിനകത്ത് ബാങ്കും അതുപോലെയുള്ള ഏജൻസികളും കുറേയൊക്കെ ബോധവൽക്കരണം ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെ ഈ നിലവിൽ വീണ്ടും ഇതിനകത്ത് പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ഞാൻ പ്രധാനമായിട്ടും വിനോദ് സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് എന്താ വെച്ചാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അയക്കുന്ന കറൻസി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ കറൻസി ആയിട്ടാണല്ലോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിലുള്ള ബാങ്കുമായിട്ട് ഇതിനകത്ത് ലിങ്ക് വരുന്നുണ്ട്. അവർക്ക് ഇത് കണ്ടുപിടിച്ച് ഇത് സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പാടില്ല സാർ. വിദേശത്ത് നിന്ന് നേരിട്ടല്ലല്ലോ ഈ പൈസ വരുന്നത്, അത് ഇന്ത്യൻ കറൻസി ആയി അല്ലേ മാറുന്നത്. അപ്പൊ ഇതിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ പറ്റില്ലേ സാർ? നാരായണൻ എന്ന പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ നാരായണൻ, താങ്കളോട് പറഞ്ഞോളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ. ഇപ്പൊ നമ്മളെ കേരളത്തിൽ നിന്ന് ഇത്രയും തുക, കോടിക്കണക്കിന് തുക ഇങ്ങനെ ലോൺ ആപ്പ് വഴി പോയി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇപ്പം ഇന്ത്യൻ ധനമന്ത്രിയുടെ ഒരു പരസ്യം കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നോ ലണ്ടനിലോ ഒക്കെ നമ്പർ കൊടുത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സംഗതി, ഒരു 22,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ദിവസം ഇത്ര തുക കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയുള്ള മണി ചോർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന് എന്തുകൊണ്ട് ഈ ആപ്പ് വഴി വരുന്നെന്ന് ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞു. ഈ ആപ്പിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, എന്തുകൊണ്ട് അവരെ നേരെ നടപടിയെടുക്കാൻ പറ്റുന്നില്ല? ഈ പറയുന്ന സൈബർ വിങ് വളരെ ശക്തമാണ്, പോലീസ് ശക്തമാണ്. എന്നിട്ടും ഇത്തരം ആപ്പുകളെ ഒരു സാധാരണക്കാരന് ആപ്പ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ സൈബർ പോലീസ് തിരിച്ചറിഞ്ഞിട്ട് അവർക്കെതിരെ നടപടി വരുന്നില്ല? അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ധനമന്ത്രിയുടെ പരസ്യം പോലും കൊടുത്തുകൊണ്ട് നമ്മുടെ പണം അങ്ങോട്ടേക്ക് ചൂഷണം ചെയ്യുന്ന തടയാൻ ശ്രദ്ധിക്കുന്നില്ല എന്നില്ല. സാധാരണക്കാരന് ഒരു പക്ഷേ ഇതിന്റെ എല്ലാ നൂലാമാലകളും അറിയണമെന്നില്ല. അപ്പൊ ഈ ഗവൺമെന്റ് തലത്തിൽ തന്നെ അത്തരം നടപടികൾ വേണ്ടതല്ലേ? തീർച്ചയായും അതാണ് ശ്രീ സുഭാഷ് ബാബു ഒപ്പം ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട് രണ്ടുപേരും പറയാനുള്ള കാരണം വെച്ചാൽ ഇത് ഇവിടെ നിൽക്കില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോകും. അപ്പോൾ ഇതിന് തടയിടാൻ സമഗ്രമായ എന്ത് ഇടപെടൽ? ആദ്യം ഞാൻ പോലീസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ശ്രീ സുഭാഷ് ബാബുവിലേക്ക് വരാം. ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞുവല്ലോ, നമുക്ക് ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ രൂപപ്പെടുമ്പോൾ ഉണ്ടാകും. അപ്പോൾ അതിനെ തടയിടാനുള്ള സംവിധാനങ്ങൾ വേണം. അത് സർക്കാരിന്റെ മുന്നിൽ പരിമിതിയുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ടോ? ഇതില് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട്, എന്റെ അറിവിൽ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത്തരം ആപ്പുകൾ, ലോൺ ആപ്പുകൾക്കെതിരായിട്ട് ഗവൺമെന്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. ഒരു ആപ്പ് നിരോധിച്ചു കഴിഞ്ഞാൽ അത് പേരൊന്ന് മാറ്റി പുതിയ പേരില് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെയാണ് കാണുന്നത്. ഒരു അപ്പൊ ആപ്പുകളുടെ പേര് മാറിയാലും ഇവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അത് കിട്ടും, ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആപ്പുകൾ നിരോധിച്ചിട്ടുണ്ട്. അതിൽ പല ആപ്പുകളും പേര് മാറ്റിയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നം ആർക്കുണ്ടെങ്കിലും അത് cybercrime.gov.in. ഇപ്പൊ ഞാൻ സർക്കാരിന്റെ ഒരു ഭാഗമല്ല, പോലീസിന്റെ ഭാഗമല്ല, പക്ഷെ ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാള് എന്നുള്ളത്, ഒരു IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഗവൺമെന്റ് ഒരുക്കി തന്നിട്ടുള്ള ഏറ്റവും നല്ല ഫെസിലിറ്റിയാണ് cybercrime.gov.in. നിങ്ങൾക്കൊരു ആപ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, ലോൺ ആപ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ cybercrime.gov.in ഇതിലേക്ക് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം പല കംപ്ലൈന്റ്സിനും ഇതിന് ആക്ഷൻസ് വന്നിട്ടുള്ളതാണ്. സർക്കാരിന്റെ ഒരു ഫെസിലിറ്റി. ഇതേപോലെ RBIയുടെ ഭാഗത്തു നിന്നും ഒരുപാട് ലോൺ ആപ്പുകൾ എടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് RBIയുടെ ഭാഗത്ത് ഞങ്ങൾ സൈബർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുക എന്താന്ന് വെച്ചാൽ, ലോൺ ആപ്പുകൾ എടുക്കുമ്പോൾ ഒരു പെർമിഷൻ പോലും കൊടുക്കരുത്. ലോൺ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കോൺടാക്ട്സിന്റെ മുകളില്, ഫോണിന്റെ മുകളില്, SMS-ന്റെ മുകളില്, മൈക്രോഫോണിന്റെ മുകളില്, ക്യാമറയുടെ മുകളില് ഇങ്ങനെയുള്ള പല പെർമിഷൻസ് ചോദിക്കും. ഒന്നുപോലും കൊടുക്കരുത്. അത് കൊടുക്കാതെ നോ എന്ന് കൊടുത്ത് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പറയും ഈ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഫ്രോഡുലന്റ് ആപ്പാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ആപ്പിനെ അവിടെ വെച്ച് തന്നെ റിമൂവ് ചെയ്യാം. ഇത് നിങ്ങള് തീർച്ചയായും ഞാൻ രണ്ടുപേരിലേക്കും മടങ്ങിയെത്താം. കാരണം പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മരണക്കെടി നിങ്ങൾ തന്നെ ഒരുക്കരുത്. കാരണം മലയാളി പ്രബുദ്ധരാണ്, അങ്ങനെ സാംസ്കാരിക ഔന്നത്യവും സാക്ഷരതയിലും ഒക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണെന്ന് പറയുമ്പോൾ, ഈ ഒരു വർഷം കൊണ്ടാണ് 775 കോടി രൂപ തട്ടിക്കൊണ്ടുപോയത് ഈ പെരുങ്കള്ളന്മാർ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആപ്പുകളിൽ അകപ്പെട്ട് ആപ്പിലാകരുത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ശ്രീ സുഭാഷ് ബാബു,
25,000 എടുത്തവർക്ക് 2.5-3 ലക്ഷമൊക്കെ അടച്ചിട്ടും ഒരു നിവൃത്തിയുമില്ല. ഭീഷണി, ഗുണ്ടായിസം, ആ കൈശപ്പെടുത്തുന്ന ആ ഫോണിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ആ നമ്പറുകളിൽ, എല്ലാ നമ്പറുകളിലേക്ക് അവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഫോണുകളിലേക്ക് ഭീഷണി, വൃത്തികെട്ട സന്ദേശങ്ങൾ, ഫോട്ടോസ് അടക്കം, ന്യൂഡ് ഫോട്ടോസ് അടക്കം നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കേരള പോലീസിന്, സൈബർ വിങ്ങിന് എന്ത് ചെയ്യാൻ കഴിയും? കേന്ദ്ര സർക്കാർ നിരോധിച്ച 300 ആപ്പുകൾ ഉണ്ടായിരുന്നു. ആ 300 ആപ്പുകൾ നിരോധിച്ചെങ്കിൽ അതേ നടത്തിപ്പുകാർ അല്ലെങ്കിൽ അതേ ഗുണ്ടാസംഘങ്ങൾ അവർ വീണ്ടും മറ്റൊരു പേരിൽ പുതിയ ആപ്പുമായി എത്തുകയാണ്. നമ്മുടെ സംവിധാനത്തിന്, സിസ്റ്റത്തിന് ഇവിടെ പരിമിതി എത്രത്തോളമുണ്ട്? എന്നാൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന സാധ്യമായ സാഹചര്യങ്ങൾ ഉണ്ടോ? അത് ചെയ്യുന്നുണ്ടോ? പോലീസിന് കംപ്ലൈൻറ്റ് കിട്ടുന്ന മുറയ്ക്ക് പോലീസ് നടപടി സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറയുക, ഒരു ആപ്പ് അവർ ഇങ്ങനെ ലോൺ ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തോളൂ എന്ന് പറയുന്ന അവസരത്തിൽ ഇത് ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനം റിസർവ് ബാങ്കിലുണ്ട്. അതായത് ബാങ്കിങ് സ്ഥാപനമാണോ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളാണോ, അവർക്കാണല്ലോ ഇത് കൊടുക്കാൻ പറ്റുക. അത് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഇവർ ഫ്രോഡിലല്ലാതെ കളവാണോ അല്ലെങ്കിൽ ഇതേമാതിരി കൃത്രിമം കാണിച്ചിട്ട് ഉണ്ടാക്കുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എല്ലാ സൈബർ വിദഗ്ധന്മാരും ശ്രീ വിനോദ് ഭട്ടതിരി ഉൾപ്പെടെ ഇപ്പോഴും പറഞ്ഞു, അവരൊക്കെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരള പോലീസ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അത് നിങ്ങളുടെ ഫോണിലേക്കുള്ള ആക്സസ് പെർമിഷൻ ഒന്നും കൊടുക്കരുത്. ആ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ലോണ് കിട്ടണമെങ്കിൽ ഇത് തന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ലോ ഡൗൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല തട്ടിപ്പുകളും പറയും. പല അവസരത്തിൽ തന്നെ ഇവർക്ക് കളവാണെന്ന്, ഇവർ ഈ തട്ടിപ്പ് പാർട്ടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. തട്ടിപ്പ് പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ആപ്പിൻ്റെ പേരിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസിൽ വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൽ പോയി ഗവൺമെൻറ് അത് ഇവരെ സംബന്ധിച്ചോളം ഇവർ ബാൻ ചെയ്യുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ പേര് മാറ്റി, അവർ നേരത്തെ പറഞ്ഞല്ലോ, മാറ്റിയിട്ട് ഉടനെ തന്നെ അവർ തുടങ്ങും. 1, 2, 3 ആക്കി അവർ വീണ്ടും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് വന്നതിന് ശേഷം മാത്രം ഈ ആപ്പ് നമ്മൾ ഗവൺമെൻറ് നിരോധിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം പെട്ടു, പുതുതായിട്ട് ആരും പെടില്ല. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആപ്പിൽ പോയി പെടുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ നേരത്തെ ശ്രീ പട്ടാതിരിപ്പാട് പറഞ്ഞ മാതിരി പോലീസിൻ്റെ സൈറ്റിലേക്ക് ഈ കാര്യങ്ങൾ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ 1930 വിളിച്ചിറങ്ങി ഒരു 2 ആപ്പുണ്ട്, അത് ശരിയാണോ എന്ന് നോക്കാൻ പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വെരിഫൈ ചെയ്യാം. അങ്ങനെ വന്ന് എപ്പോഴെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ അപ്പം നിങ്ങളിതിനെ ഈ ആപ്പിലേക്കുള്ള ഈ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പണം നിങ്ങൾ മടക്കി അടക്കാതിരിക്കുക, നിങ്ങൾ ആക്സസ് ഡിനൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അത് അവരുടെ ഇത് ആപ്പ് നിങ്ങളുടെ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തുമ്പോൾ ഇവരെ സംബന്ധിച്ച് നിങ്ങളെ തിരക്കി പിടിച്ച് വീട്ടിൽ വന്നൊന്നും ഇവർ ചെയ്യാൻ പറ്റില്ല. അപ്പം വാങ്ങിച്ച പണം വാങ്ങിച്ചത് തന്നെ തിരിച്ചു കൊടുത്തില്ലേ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് എടുക്കുന്ന ആളുകളെ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ നോക്കുക. അത് പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പെട്ടെന്ന് അത് പറഞ്ഞു ഫോണിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ബാബു, ഈ രാജേഷ് വട്ടിയൂർക്കാവ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രാജേഷ് പറഞ്ഞോളൂ. നമസ്കാരം. ഈ ലോൺ ആപ്പില് നമുക്ക് ആ ലോൺ ആപ്പിന്റെ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു പ്രേക്ഷകന്, ആ ലോൺ ആപ്പ് കുടുങ്ങിയയക്ക്. ഒന്നാമത്തെ കാര്യം, ഇവര് നമ്മുടെ ആൾക്കാരുടെ ഭയത്തെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഇവര് RBI രജിസ്റ്റേർഡ് ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുകയാണ്. ആവശ്യക്കാരെ പെട്ടെന്ന് ഒരു കുഴിയിൽപ്പെടുത്തുകയാണ്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ ലോൺ ആപ്പ് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവർ പേയ്മെന്റ് ചോദിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു തുക അടച്ചു കഴിഞ്ഞാൽ അവർക്ക് പേടിയുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് അവർ കൂടുതൽ തുക ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ആ ഭീഷണി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ അടയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ 1, 2 പേരെ ചില പേർക്ക് നമ്മുടേതായൊരു മോർഫിംഗ് വീഡിയോ അയക്കുകയോ അല്ലെങ്കിൽ സന്ദേശം അയക്കുകയോ ഫോട്ടോ അയക്കുകയോ ചെയ്തതിന് ശേഷവും അയക്കുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അവരൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഗുണകരമായ അല്ലെങ്കിൽ അതിനകത്ത് പെട്ടുപോയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അൺനോൺ നമ്പേഴ്സുകളെ തൽക്കാലത്തേക്ക് 1 ആഴ്ച 2 ആഴ്ചത്തേക്ക് ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് കഴിയും. വാട്സപ്പിൽ അൺനോൺ മെസ്സേജുകളെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരത്തില്ല. പിന്നെ ഫോൺ സ്റ്റാറ്റസിൽ നമുക്ക് ഫോൺ ഹാക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ വരുന്ന മെസ്സേജുകൾക്ക് പ്രതികരിക്കേണ്ടതില്ല എന്നും
മെസ്സേജോട് അയച്ചിട്ട് അതിനെ പ്രതികരിക്കാതിരുന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചിലപ്പോൾ അവർ പിന്നീട് പ്രതികരിക്കാത്ത രീതിയിൽ അങ്ങ് പോകും. നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് അതിനകത്ത് പേടിച്ച് ഈ തുക ഇടുന്നത് കൊണ്ടാണ്. ആ പേടിയാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കുടുങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പേടിച്ചത് കൊണ്ട് നിങ്ങൾ കൂടുതൽ അബദ്ധത്തിലേക്ക് ചെല്ലുകയുള്ളൂ. ഇതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, അങ്ങനെയുള്ള ആപ്പുകൾ പോകാതിരിക്കുക. RBIയുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ, RBI രജിസ്റ്റേർഡ് വെബ്സൈറ്റുകളിലുള്ളതിനകത്ത് പോയി കഴിഞ്ഞാൽ നോർമലി അവർക്ക് നിയമപരമായുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒരു രീതിയിൽ പോകാൻ പറ്റത്തില്ല. ഇവരിൽ നിന്ന് പൈസ അടച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതല്ല രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുക, അതിനുശേഷം നിങ്ങൾ ഫോൺ ആക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുക എന്നുള്ളതാണ്. യെസ്, തീർച്ചയായും വളരെയധികം നന്ദി പ്രതികരിച്ച രാജേഷ്. ഒരു ഇൻഫർമേഷൻ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. സജീവ് അഞ്ചരക്കണ്ടിയിൽ നിന്നൊരു പ്രേക്ഷകനുണ്ട്. സജീവ് പറഞ്ഞോളൂ. സാർ, ഞാനിപ്പം സംസാരിക്കുന്നത് അഞ്ചരക്കണ്ടിയിൽ നിന്നാണ്. എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഞാൻ മരണപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന സാറിന് ഇത് മൊത്തത്തിൽ അറിയുന്ന ഒരു സാറാ. എനിക്ക് സാറിനെ പറ്റി നമുക്കറിയില്ല. ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഒരു സാറ് വ്യത്യസ്തമായ രീതിയിൽ ഇതിലിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഓരോ ആൾ സംസാരിക്കുമ്പോൾ അത് വ്യത്യസ്തമായ രീതിയിലാണ് സാറിങ്ങനെ പോയി. എല്ലാ കേസും എങ്ങനെ എടുക്കുന്നത് സാറിന് 100% പക്ഷെ ഇത് ബ്ലോക്ക് ചെയ്യുന്ന, ഇതിന് മുന്നേ സാറ് പറഞ്ഞു ബ്ലോക്ക് ചെയ്യുന്ന, ഈ ബ്ലോക്ക് ചെയ്യുന്നതെല്ലാം ഓക്കെയാണ്. പക്ഷെ എല്ലാത്തിനും അതിർത്തിയിൽ വരെ ഇതിനെ നമ്മൾ മുൻകൂർ അറിയുന്ന ഒരു കഴിവുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത് ടീച്ചർ അറിയുന്നില്ല? തീർച്ചയായും അത് അവിടുത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അഞ്ചരക്കണ്ടിരുന്ന സജീവ് ഉയർത്തിയത്. ശ്രീ സുഭാഷ് ബാബു, ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട് കൂടി ചേരും. നമുക്ക് അവസാനം ഒരു പ്രതികരണം എടുത്ത ശേഷം അവസാനിപ്പിക്കുക. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ കേരള പോലീസിന്റെ നമ്പറുണ്ട്, അതായത് 1930 എന്ന നമ്പറിൽ അറിയിക്കുമ്പോഴും നമ്മുടെ ഈ ഗോൾഡൻ ടൈം വളരെ പ്രധാനപ്പെട്ടതല്ല. അതായത് ഇത് ഏതെങ്കിലും ഫ്രോഡ് നടന്നാലോ അല്ലെങ്കിൽ നമ്മുടെ പണം കവർന്നാലോ അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്പറുകൾ തരപ്പെടുത്തിയ ശേഷം മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ടോ? അതിന് പോലീസിൻ്റെ സംവിധാനമുണ്ടോ? അങ്ങനെ ഇടപെടൽ നടത്തി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സൈബർ വിങ്ങിൻ്റെ ഭാഗത്തുനിന്നും ഇടപെടൽ നടത്തി ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് പരിഹാരമാർഗം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കേരള പോലീസിന്, സൈബർ വിങ്ങിന്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ അവർ പെട്ടെന്ന് സാധിക്കും. ഇപ്പോൾ ഏതായാലും അക്കൗണ്ട് ഒരു വാലിഡ് അക്കൗണ്ട് ആയിരിക്കും, ഏതെങ്കിലും ഒരു ബാങ്കിലായിരിക്കും. അത് പെട്ടെന്ന് വിഡ്രോ ചെയ്ത് പോകും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംഭവം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ ട്രാപ്പ് ചെയ്യുകയോ എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സൈബർ വിങ്ങിനെ നിങ്ങൾ അറിയിക്കുകയാണ്. ഈ സൈബർ വിങ്ങിന് അത് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ ബാങ്കിനെ വിളിക്കുക, ബാങ്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുക. അത് നിമിഷങ്ങൾക്കകം മിനിറ്റുകൾക്കകം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മളത് അമാന്തിച്ച് താമസിച്ച് പോകുന്ന അവസരത്തിൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബ്ലോക്ക് ചെയ്താൽ തന്നെ അത് തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് പെട്ടെന്ന് നടപടി എടുക്കുകയാണെങ്കിൽ ഈ പണം തിരിച്ചു കിട്ടാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്പിൽ ചെന്ന് ഇതേമാതിരി ഈ ആപ്പിൽ പോയി ആപ്പിലാകുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് ആപ്പിലാകുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ നമ്മളതിനകത്തുനിന്ന് ഒന്ന് ഒഴിവാകാൻ വേണ്ടി ചെയ്ത് റെസിസ്റ്റ് ചെയ്യുക, പോലീസിനോട് പറയുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, പോലീസ് അവരെ മോണിറ്റർ ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ അവർ ആപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ വേറെ ഏതെങ്കിലും പൊയ്ക്കോളും. നമുക്കിപ്പോൾ തൽക്കാലം പണമെടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞു ഭീതി കൊണ്ടാണ്. ശരിയാണ്, ആ ഭീതിയാണ് അവർ മുതലെടുക്കുന്നത്. ആ ഭീതി ഉണ്ടാകും നമുക്ക്. പക്ഷേ ഉണ്ടായാൽ പോലും അവർക്കൊരു ചുക്ക് നമ്മളെ ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? വീട്ടിൽ വന്ന് ചിലപ്പോൾ ഭീഷണിപ്പെടുത്താനാണ്. അതൊന്നും ഇതനുസരിച്ച് കാര്യമായിട്ട് നടക്കലെന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ നാട്ടുകാർ കൈകാര്യം ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് ഈ എടുക്കുന്ന ആളുകളെ ഏതെങ്കിലും രീതി പെട്ടു എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചു കൊടുക്കരുത്. അവർ പറഞ്ഞോട്ടെ. പിന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ആ പെർമിഷനുള്ള എല്ലാ കോൺടാക്റ്റുകളെയും നിങ്ങൾ തന്നെ ഒരു മെസ്സേജ് അയക്കുക. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്നെ ടാപ്പ് ചെയ്തതാണ്, ഇതിനകത്ത് എനിക്കെതിരെ മെസ്സേജുകൾ വരും, നിങ്ങളാരും വിശ്വസിക്കരുത്, തീർന്ന് പണി. ഇതൊന്നും ചെയ്യാണ്ട് മിണ്ടാണ്ടിരുന്ന് ഭീതിയായിട്ട് ഭയപ്പെട്ടിട്ട് ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ നമുക്ക് ശത്രുക്കളാകുമെന്നുള്ള ഭയത്തിൽ അവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ഇതിനെ റെസിസ്റ്റ് ചെയ്യണം, ഇതിനെ നേരിട്ട് കഴിഞ്ഞാൽ അവർക്ക് പണം കിട്ടില്ല. പണം കിട്ടാതിരുന്നാൽ വാങ്ങിക്കാൻ അവർക്കൊരു സംവിധാനമില്ല, പോലീസ് കേസിന് പോകാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മിടുക്കന്മാരായിട്ട് അവന്മാരെ പറ്റിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം ഇതിനകത്ത് ഒരു പരിധി വരെ രക്ഷപ്പെടാം. പക്ഷേ ഏതെങ്കിലും ഒരു ആപ്പ് പുതുതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആപ്പിനെ സംബന്ധിച്ചുള്ള വിവരം സൈബർ സിങ്ങിനോ
ഏതെങ്കിലും ബാങ്കിനോ കിട്ടി അതിന് ശേഷം അത് ബ്ലോക്ക് ചെയ്യുന്നത് വരെ ഒരു ചുക്കും ആർക്കും ചെയ്യാൻ പറ്റില്ല. പുതിയതുണ്ടാവും, അത് കൂണ് മുളയ്ക്കുന്നതുമായി മുളയ്ക്കും. അത് കണ്ടുപിടിച്ചാൽ നമ്മൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ പരിഹാര പ്രവർത്തനം പോലീസിന് ചെയ്യാം. തീർച്ചയായും സുഭാഷ് ബാബു സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം നമ്മൾ മലയാളികളാണ്, മലയാളികൾ എന്നുകൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ആളുകളാണ്. കാരണം നമ്മുടെ മുന്നിലേക്ക് എന്ത് വന്നാൽ പോലും ഒരു ഭക്ഷണമാണെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ചേരുവ നോക്കി മാത്രമേ അത് നമ്മൾ സ്വീകരിക്കാറും കഴിക്കാറും ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിലേക്കാണ് ഇത്തരത്തിൽ 775 കോടി രൂപ ഒരു വർഷം അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി എല്ലാവരും ചിന്തിക്കണം, എല്ലാവരും അത് ആലോചിക്കണം. ഇത്തരം ആപ്പുകളിൽ പെട്ടുപോയതിനെ കുറിച്ച് നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ സുഭാഷ് ബാബു സാർ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകാതെ ഷെയർ ചെയ്യുക. ഞാനൊരു അപകടത്തിൽ പെട്ടു, എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കൂട്ടുകാരോട് പറയുക, ബന്ധുക്കളോട് പറയുക, സമൂഹത്തോട് പറയുക. അവസാനമായി ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട്. അതായത് ഈ വളരെ അംഗീകൃത ആപ്പുകൾ ഏതെങ്കിലും ഉണ്ടോ? അത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? അത് നേരത്തെ പറഞ്ഞ www.rba.org.in എന്ന വെബ്സൈറ്റിൽ കയറുമ്പോൾ അവിടെ സിറ്റിസൺ കോർണർ എന്ന ഒരു സംവിധാനം തിരഞ്ഞെടുക്കുക എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ നേരത്തെ കേരള പോലീസ് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാര്യം അറിയാമല്ലോ, നമുക്ക് നേരത്തെ പല പ്രേക്ഷകരും വിളിക്കുമ്പോൾ പറയുകയാണ്, ഒരു ബാങ്കിനെ സമീപിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ ഇത്ര ഏജൻസികളെയും ഈ വട്ടി പലിശക്കാരെയും മീറ്റർ പലിശക്കാരെയൊക്കെ ആശ്രയിക്കേണ്ടി വരുമെന്ന് അവരോട് കൂടി പറയാനുള്ളത്. അതെ, ഈ RBI റെഗുലേഷൻ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. RBIയുടെ സൈറ്റിൽ പോയിട്ട് അതിലുള്ള ആപ്പുകൾ നോക്കി അതിൽ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരു തട്ടിപ്പ് ഇതാണെന്നുള്ളത് റിജക്ട് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിങ്ങളുടെ ഫോണിന്റെ മുകളിൽ ഒരുപാട് പെർമിഷൻസ്, കോൺടാക്ട്സിന്റെ മുകളിലും ഈ SMS മുകളിലും മൈക്രോഫോണിന്റെ മുകളിലൊക്കെ പെർമിഷൻ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തട്ടിപ്പ് ആപ്പാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതൊരു നല്ലൊരു ടെസ്റ്റ് ആണത്. അതേപോലെ തന്നെ മറ്റൊരു ടെസ്റ്റാണ് RBIയുടെ സൈറ്റിൽ പോയിട്ട് എഴുതി അവിടെ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സൈറ്റുകൾ, ആപ്പുകൾ ഏതൊക്കെയാന്നുള്ളത് നോക്കുക. ഇനിയും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ആപ്പിനെ കുറിച്ച് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ RBI തന്നെ ഇത് എഴുതി ചോദിക്കുക, ഇന്ന ആപ്പ് ലോൺ ആപ്പ് ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത് എഴുതി ചോദിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് കേരളത്തിലുണ്ട്. അതില്ലാതെ ആരോട് ചോദിക്കാതെ ആരുമായിട്ടും കൺസൾട്ട് ചെയ്യാതെ ഏതെങ്കിലും ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിന് ചോദിക്കുന്ന എല്ലാ പെർമിഷനും കൊടുത്ത് അങ്ങനെ മുമ്പോട്ട് പോകുന്നവർക്കാണ് ഈ പ്രശ്നം വരുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ബാബു, വിനോദ് ഭട്ടതിരിപ്പാട്. ഒരുപാട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിന്, അറിവിലേക്കായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കെണിയാണ്, പണിയാകരുത്, ജീവിതം തുലയ്ക്കരുത്, ഇത്തരം ആപ്പുകളിലേക്ക് പോയി അകപ്പെടരുത്, ഏറ്റവും അംഗീകൃതമായിട്ടുള്ള സോഴ്സുകളെ മാത്രം ആശ്രയിക്കുക, പോലീസുമായി കാര്യങ്ങൾ അറിയിക്കുക, ബന്ധപ്പെടുക. ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ കെണിയിൽ അകപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമൂഹമായിട്ടും ബന്ധുക്കളുമായിട്ടും ഏറ്റവും നല്ല, എല്ലാവർക്കും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ, നല്ല സുഹൃത്തുക്കളുമായി അത് പങ്കുവയ്ക്കുക.